Good morning, dear students. In the last class, we discussed about spinning of cotton yarns, right? നമ്മൾ കോട്ടണിൽ നിന്ന് എങ്ങനെയാണ് സ്പിൻ ചെയ്ത് യാൺസ് ഫോം ചെയ്യുന്നതെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസസ് വിച്ച് ആർ ദേ? യെസ്, ടക്ലി ഓർ ഹാൻഡ് സ്പിൻഡിൽ and charka. And nowadays there are many machines are using for spinning yarns, right? So today we are discussing about yarn to fabric. So yarn നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തു. സോ യാണിൽ നിന്ന് ഫാബ്രിക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. In this there are many ways to make fabrics from yarns. Okay, yarns നിന്ന് ഫാബ്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വേസ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള 2 പ്രോസസ്സാണുള്ളത്. വൺ ഈസ് വീവിങ് ആൻഡ് അനദർ വൺ ഈസ് നിറ്റിംഗ്. ഓക്കെ, വിച്ച് ആർ ദേ? വീവിങ് ആൻഡ് നിറ്റിംഗ്. സോ ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് വീവിങ്. ഓക്കെ, did you ever noticed the arrangement of yarns in your fabrics? നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ ഫാബ്രിക്സിലെ നിങ്ങളുടെ ക്ലോത്ത്സിലെ യാൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്? ഓൾ ഓഫ് യു ജസ്റ്റ് നോട്ടീസ്, ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ ഫാബ്രിക്സ്. യെസ്, യു ക്യാൻ സീ ദാറ്റ് fabric is made up of 2 sets of yarns arranged together, right? The fabric is made up of 2 sets of yarns arranged together. 2 സെറ്റ് ഓഫ് യാൺസിനെ ഒരുമിച്ച് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഫാബ്രിക്സ് ഫോം ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ്? ഒന്നിങ്ങനെ ഹൊറിസോണ്ടലായിട്ടുണ്ടാവും അല്ലേ, ഒന്നിങ്ങനെ ലോഞ്ചിറ്റ്യൂഡൽ. അതായത് നമ്മളിപ്പോൾ 2 ലൈൻസ് ക്രോസ് ചെയ്തുകൊണ്ട് വരയ്ക്കാൻ വിചാരിക്കുക നോട്ട്ബുക്കിൽ. അപ്പോൾ അതുപോലെയാണ് നമ്മളെ യാൺസ് നമ്മൾ ഫാബ്രിക്സിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്നിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ടോ, ഒന്ന് അതിനെ ക്രോസ് ചെയ്തുകൊണ്ടും പോകുന്നുണ്ടാവും അല്ലേ. അങ്ങനെ ക്രോസ് ചെയ്ത് കുറേ യാൺസ് ഫോം ഉണ്ടാവും, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കുറേ യാൺസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ യാൺസ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ഫാബ്രിക്സ് ഫോം ചെയ്തിട്ടുള്ളത്. So this process of arranging 2 sets of yarns together to make a fabric is called weaving. Okay, so what is weaving? The process of arranging 2 sets of yarns together to make a fabric is called weaving. Okay, 2 set of yarns ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് നമ്മൾ ഫാബ്രിക്സ് ഫോം ചെയ്യാണ്, അതിനാണ് നമ്മൾ വീവിങ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സോ ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 21. യു ക്യാൻ സീ ആക്ടിവിറ്റി 5, റൈറ്റ്? സോ ഓൾ ഓഫ് യു റീഡ് ദാറ്റ് ആക്ടിവിറ്റി ആൻഡ് ട്രൈ ടു ഡു ദാറ്റ് ആക്ടിവിറ്റി. ഓക്കെ, അതിൽ നമ്മൾ ഈ പേപ്പർ ഉണ്ടല്ലോ, സോ പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ഈ വീവിങ് പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ 2 പേപ്പർ ഷീറ്റ്സ് നിങ്ങൾ എടുക്കണം. ഓക്കെ, 2 ഷീറ്റ്സ് എടുക്കുക. അതിലൊരു ഷീറ്റ്സ് എന്താണ്, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പേപ്പർ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ അതിലൊരു പിക്ചർ ഉണ്ട് പേജ് നമ്പർ 22. അപ്പോൾ ആ എന്നുള്ള പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയാസ് കിട്ടും. ഓക്കെ, അതിൽ ഒരു പേപ്പർ നമ്മൾ മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റിബൺ-ലൈക്ക് ആക്കിയെടുക്കണം. ഓക്കെ, പിന്നെ അനദർ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ എൻഡുകൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ ഒരു ഷീറ്റിൻ്റെ എൻഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ആ റിബൺ ആക്കി എടുത്ത് നമ്മൾ ആ ഷീറ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ വീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 5 എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം.
സോ നമ്മൾ ആ ഒരു പേപ്പർ അറേഞ്ച് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ക്ലോത്ത്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യാൺസ് അറേഞ്ച് ചെയ്യുന്നതും. ഓക്കെ, സോ 2 sets of yarns are woven to make a fabric. But the yarns are very thin than our paper strip, right? നമുക്ക് പേപ്പർ സ്ട്രിപ്പ് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലേ? 2 പേപ്പർ സ്ട്രിപ്സ് എടുത്തിട്ട് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല നമ്മൾ കൈകൊണ്ട്. പക്ഷേ ഇൻ ദി കേസ് ഓഫ് യാൺസ് അങ്ങനെ നമുക്ക് പറ്റുമോ? നോ, ബിക്കോസ് ദി യാൺസ് ആർ വെരി തിൻ, റൈറ്റ്, ദാൻ ദി പേപ്പർ സ്ട്രിപ്സ്. ഈ യാൺസ് ഒക്കെ വളരെ തിന്നാണ് അല്ലേ? നമ്മൾ ഈ ത്രെഡ്സ് ഇല്ലേ, അതിനാണ് നമ്മൾ യാൺസ് എന്ന് പറയുന്നത്. സോ ഈ യാൺസ് വളരെ തിന്നാണ്. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ 2 യാൺസ് എടുത്ത് അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സോ ദി വീവിങ് ഓഫ് ഫാബ്രിക് ഈസ് ഡൺ ബൈ ലൂംസ്. ഓക്കെ, സോ ലൂംസ് യൂസ് ചെയ്തിട്ടാണ്, യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ, ഹാൻഡ് ലൂംസ് യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ. ഓക്കെ, സോ ദി ലൂംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ യാൺസിനെ അറേഞ്ച് ചെയ്ത് ഫാബ്രിക്സ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, so the looms are either hand operator or power operator. ഓക്കെ, ഹാൻഡ് ഓപ്പറേറ്റർ ആവാം അല്ലെങ്കിൽ പവർ ഓപ്പറേറ്റർ ആവാം ഈ ലൂംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൂംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ യാൺസിനെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? സോ വീവിങ് നമ്മൾ പറഞ്ഞു അല്ലേ, 2 ടൈപ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ യാൺസിനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം വീവിങ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് നിറ്റിങ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് നിറ്റിങ്. നമ്മൾ പറഞ്ഞു വീവിങ് ചെയ്യുന്നത് 2 സെറ്റ് ഓഫ് യാൺസ് യൂസ് ചെയ്തിട്ടാണ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് നിറ്റിങ് വി ആർ യൂസിങ് എ സിംഗിൾ യാൺ. ഒരു സിംഗിൾ യാൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫാബ്രിക് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിഡ് യു എവർ നോട്ടീസ് എ സ്വെറ്റർ? നിങ്ങൾ സ്വെറ്റർ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അതിലിങ്ങനെ നിറ്റിങ് വഴിയാണ് നമ്മൾ ആ ഒരു ഫാബ്രിക് മേക്ക് ചെയ്തിട്ടുണ്ടാകുന്നത്. സ്വെറ്റർ പോലെ തന്നെയാണ് നമ്മളെ സോക്സും ഈ നിറ്റിങ് വഴിയാണ് ആ ഒരു ഫാബ്രിക് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഒരു സോക്സിൽ ഏതെങ്കിലും ഒരു യാൺ, അതായത് ഒരു ത്രെഡ് പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ ആ ത്രെഡ് നിങ്ങൾ ജസ്റ്റ് പുൾ ഔട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഷോക്സ് മൊത്തമായിട്ട് അത് അൺറാപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ യാൺ. Socks and many other cloth items are made up of knitted yarns. Knitting can done by our hand or machines. Okay, in this picture you can see that the knitting is done by hand. ഓക്കെ, ചിലവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ ഈ വൂള് വാങ്ങിയിട്ട് ഇങ്ങനെ ഹാൻഡ് നിറ്റിങ് നടത്തി ക്ലോത്ത്സ് ഒക്കെ മേക്ക് ചെയ്യാറുണ്ട്. ടവൽസ്, ഫ്രോക്സ് ഒക്കെ ചിലർ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെഷീൻസ് യൂസ് ചെയ്തിട്ടും ഈ ഒരു നിറ്റിങ് പ്രോസസ്സ് വഴി ഫാബ്രിക്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ? യാൺസിൽ നിന്ന് ഫാബ്രിക്സ് മേക്ക് ചെയ്യുന്ന ടു മെയിൻ പ്രോസസ്സാണുള്ളത്. വൺ ഈസ് വീവിങ് ആൻഡ് അനദർ വൺ ഈസ് നിറ്റിങ്. In the case of weaving, we are using 2 sets of yarns arranging together. But in the case of knitting, we are using a single set of yarns. Okay. So, ഇങ്ങനെ knitting and weaving വഴി നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള ക്ലോത്ത്സ് we are using for variety of clothing items. Different clothing items-ലാണല്ലേ യൂസ് ചെയ്യുന്നത്. സോക്സ്, സ്വെറ്റേഴ്സ്, അങ്ങനെ പല ടൈപ്പ് ക്ലോത്ത്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ അതെല്ലാവർക്കും മനസ്സിലായല്ലോ? സോ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ഹിസ്റ്ററി ഓഫ് ക്ലോത്തിങ് മെറ്റീരിയൽസ്. ഈ ക്ലോത്തിങ് മെറ്റീരിയൽസിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം പണ്ട് കാലം ഇൻ ദി ആൻഷ്യൻ്റ് ടൈം there is no machines and all, right?
So how they are preparing their clothes? In the ancient times, the people used the bark and big leaves of trees or the animal skin or furs to cover themselves. Okay, so in that time there is no clothes, they are using bark and big leaves. Bark, what is bark? Yes, the outer covering of the trunk of the trees. Okay, നമുക്ക് കാണാം ഈ ട്രീസിൻ്റെ ഏറ്റവും പുറത്ത് ഒരു ലെയർ, വലിയ ട്രീസൊക്കെ ആണെങ്കിൽ ഒരു ലെയർ ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്നത് കാണാം അല്ലേ, ആ ഒരു പോർഷനാണ് നമ്മൾ ബാർക്ക് എന്ന് പറയുന്നത്. സോ ദേ ആർ യൂസിങ് ദി ബാർക്ക് ആൻഡ് ബിഗ് ലീവ്സ് ഓഫ് ട്രീസ് and also the skin, animal skin and furs to cover themselves. Okay, അവരുടെ ബോഡി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആനിമൽ സ്കിന്നോ ഫേർസോ അല്ലെങ്കിൽ ബിഗ് ബാർക്ക് ആൻഡ് ബിഗ് ലീവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്യുന്നത്. After that, they settle in agriculture community. They are started plantation and all. Okay, agriculture started. Then they weave twigs and grass into mats and baskets. Okay, then അവരെന്ത് ചെയ്ത് മാറ്റ്സും ബാസ്ക്കറ്റൊക്കെ ഈ ഗ്രാസ് ടിഗ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. After that they use vines and animal fleece, that is or hair was twisted together into a long strands. Okay, അവരെന്ത് ചെയ്തു, വൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, വള്ളിച്ചെടികൾ ഉണ്ടാവില്ല, അതിൻ്റെയാണ് അങ്ങനത്തെ ഇതിൻ്റെ വള്ളികൾ യൂസ് ചെയ്തു. ദെൻ ആനിമൽ ഫ്ലീസ്, വാട്ട് ഈസ് ആനിമൽ ഫ്ലീസ്? യെസ്, ദി വൂൾ ദാറ്റ് ഗെറ്റ്സ് ഫ്രം ഷീപ്സ് എക്സെട്ര. ഓക്കെ, അങ്ങനെയുള്ള ആനിമൽസിൽ നിന്ന് കിട്ടുന്ന വൂൾസ് യൂസ് ചെയ്തിട്ട് അവരെ ബോഡി കവർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ ഹെയേഴ്സ് വേർ ട്വിസ്റ്റഡ് ടുഗദർ ഇൻ ടു എ ലോങ് സ്ട്രാൻഡ്സ്. അതുപോലെ തന്നെ ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഹെയേഴ്സ് ട്വിസ്റ്റ് ചെയ്തിട്ട് ലോങ് സ്ട്രാൻഡ്സ് പ്രിപ്പയർ ചെയ്യും. ദെൻ അത് വെച്ച് അവർ ബോഡി കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി. ഓക്കെ, ദെൻ അതിനുശേഷം ഇന്ത്യയിൽ പീപ്പിൾസ് എന്ത് ചെയ്തു തുടങ്ങിയെന്ന് വെച്ചാൽ ഈ ഗംഗ റിവറിന് നിയർ ആയിട്ടുള്ള റീജിയൻസിൽ അവർ കോട്ടൺ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നിയർ ടു ദി ഗംഗ റിവർ. So this cotton plant gives natural fibers to them. Okay, and they also grow a flax. The flax is another plant that give natural fibers. Okay, so they also using the cotton and flax. The cotton and flax were cultivated near the river Nile and were used for making fabrics. In that time, the stitching is not known. Okay, they don't know how to stitch the clothes. They just twist the yarns and making long strands. Okay, but they are not stitching their clothes. So they simply draped the fabrics. They are making the fabrics and they drap that fabrics around their different body parts. Like nowadays we are using saris, lungi, dhoti, etc. Right? അങ്ങനെയുള്ള ക്ലോത്ത്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാത്ത ക്ലോത്ത്സ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് റാപ്പിംഗ് ദാറ്റ് ക്ലോത്ത്സ് അറൗണ്ട് അവർ ബോഡി, റൈറ്റ്? സോ അതുപോലെ തന്നെ ആ ടൈമിലും അവർ സ്റ്റിച്ചിങ് കണ്ടുപിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ദേ ആർ ജസ്റ്റ് റാപ്പിംഗ് ദെയർ ഫാബ്രിക്സ്. Then after that they invented a sewing needle. Okay, after that they invent a sewing needle invent ചെയ്തു.
അങ്ങനെ ഈ നീഡിൽ ഇൻവെൻറ്റ് ചെയ്തതിന് ശേഷമുള്ള ദേ സ്റ്റാർട്ടഡ് സ്റ്റിച്ചിങ് ഫാബ്രിക്സ് ടു മേക്ക് ക്ലോത്ത്സ്. So after the invention of this needle, the stitched clothes have gone through many variations in this invention. Okay, so ഈ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൽ പല വേരിയേഷൻസും വരാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ ഇങ്ങനെയാണ് ഈ ഒരു ഹിസ്റ്ററി, ക്ലോത്തിങ് മെറ്റീരിയൽസിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈമിലൊക്കെ അവരെന്താണ് ലീവ്സ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫാബ്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ദെൻ നീഡിൽസ് കണ്ടുപിടിച്ചു, ഇൻവെൻഷൻ ഓഫ് നീഡിൽസ്. ദെൻ ദേ സ്റ്റിച്ച്ഡ് ദി ക്ലോത്ത്സ് ഫോർ ദം. ഓക്കെ, ദിസ് ഈസ് ദി ഹിസ്റ്ററി ഓഫ് ക്ലോത്തിങ് മെറ്റീരിയൽസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? So all of you read your textbook. നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. So all of you read your textbook. Then I will give you one activity. Then ആ ആക്ടിവിറ്റി ചെയ്തിട്ട് you should send to my number. Okay.